നമ്മളിപ്പോ പറയുന്നുണ്ടെന്ന് ഉമ്മ വെച്ചാൽ എന്താന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതുണ്ട്. കാരണം പലരും സംബന്ധിച്ചിടത്തോളം അത് ഗെയിം കളിക്കാൻ പോയിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, അപ്പോ ഇപ്പൊ ഈ ലാലേട്ടൻ പറയുന്നു മറ്റേ നവ്യ നായരുടെ അവസ്ഥയാണ് നമ്മുടെ അനുവിന്. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ, ആ ഒരു സംഭവമാണ്. പിന്നെ അവിടെ ക്യാം ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ഓഫ് കോഴ്സ് ദെർ ഇസ് എ ക്യാം. അത് നമുക്ക് ആ പ്രൊപ്പോർഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ അത്ര സ്റ്റബേനായിട്ട് നിന്ന ഒപ്പം തന്നെ എന്തുകൊണ്ട് അവർക്ക് ആ വീഡിയോ ക്ലിപ്പ് ചോദിച്ചുകൂടായിരുന്നു? അനുവിന് ധൈര്യമായിട്ട് ചോദിക്കായിരുന്നല്ലോ, എനിക്ക് ആ ക്ലിപ്പ് ഒന്ന് കാണിച്ചു തരാമോ? അത് ചോദിക്കാം. ഇനിയിപ്പോ അനു ചോദിക്കുമ്പോൾ ലാലേട്ടൻ കത്തി ചൂടായി നിൽക്കുന്നോണ്ടാണ് ചോദിക്കാത്തതെന്നുണ്ടെങ്കിൽ ആര്യനും ഗിസേലിനും ചോദിക്കാം, എനിക്ക് ആ ക്ലിപ്പ്, ഇപ്പൊ ഓനിലിന്റെ വിഷയം വന്ന പോലെ തന്നെ ഇത് പുറത്ത് എനിക്ക് റോങ് ആയിട്ട് പോകുന്നതാണ്, എനിക്ക് അപ്പൊ ആ ക്ലിപ്പ് കാണിക്കണമെന്ന് അവർക്ക് രണ്ടുപേർക്കും സ്റ്റബേനായിട്ട് പറയായിരുന്നു. അവർ രണ്ടുപേരും അത് പറഞ്ഞില്ല. പിന്നെ ആരും നേരെ ക്യാമറയുടെ മേലെ പോയിട്ട് ഒന്ന് കരയുമായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ആ ചോദ്യങ്ങൾ വന്നിട്ടുമില്ല. പെട്ടെന്ന് ആ ഒരു ലൈവിലാണെങ്കിൽ ആ പുതപ്പിന്റെ മൂവ്മെന്റും കാര്യങ്ങളും കാണുമ്പോൾ സംതിങ് ഈസ് ഹാപ്പൻ ദർ. അപ്പം ഇപ്പോഴും ഒരു പക്ഷം ആൾക്കാര് അതവിടെ ബിഗ് ബോസ് മുക്കി എന്നുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കണ്ടന്റ് വെറുതെ വിടുവോ? ഐ ഡോണ്ട് തിങ്ക് സോ. ബിഗ് ബോസ്